ഹൈ സ്റ്റുഡൻറ്റ് വാ ജങ്കുക്ക് വേഗം ഹോസ്പിറ്റൽ വാടാ എന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്ത് പറ്റി? എനിക്കൊരു പ്രശ്നമില്ലടാ, എനിക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, വേഗം ഹോസ്പിറ്റൽ. എനിക്കിപ്പോൾ ജോലിയൊന്നും ഇല്ലല്ലോ. ഇല്ല അമ്മ, വേവടാ. അങ്ങനെ ജങ്കുക്ക് പറഞ്ഞു. ജങ്കുക്ക് വായിടാ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റൽ, ഏത് ഹോസ്പിറ്റലിൽ പറഞ്ഞു. ഹോസ്പിറ്റലിൽ വന്നു. ജങ്കുക്കിൻ്റെ അമ്മ പറഞ്ഞ് കങ്കദസ് നീ ഡാഡിയാ പോവാ. ഡാഡി ഓൾറെഡി എന്താ അമ്മ പറഞ്ഞു? സത്യമാണോ? അതെടാ. അങ്ങനെ അത് വന്ന് കങ്കസ് ഡോക്ടർ പറഞ്ഞു. ജങ്കുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയിനെ നല്ല ജങ്കുക്ക് നന്നായിട്ട് കെയറിങ് ആയിട്ട് നോക്കായിരുന്നു. ഹീറോയിൻ പറയാൻ തുടങ്ങി, എന്ത് വെച്ച് ജങ്കുക്ക്? ഒന്നുമില്ലടി കങ്കദസ് ഡി പോ ജങ്കുക്ക്. ഇപ്പോഴെന്താ കോൺഗ്രസ് പറയാം. അവൻ ജങ്കുക്ക് വിഷയമായിരുന്നു. ഹീറോയിൻ ഇങ്ങനെയായിട്ട് ഹീറോയിൻ നന്നായിട്ട് സന്തോഷത്തിലുണ്ടായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയാൻ തുടങ്ങി, ആഹാ നടക്കത്, അതേ കാര്യം പറഞ്ഞിട്ടില്ല എൻ്റെ ഫ്രണ്ട് മച്ചി. അങ്ങനെയായിട്ട് ഹീറോയിൻ ജോലിയായിട്ട് ഫ്രണ്ടും കൂടെ ഡാൻസ് പാട്ട്, ഫ്രണ്ട് ഡാൻസ് പാട്ട് കളിക്കാൻ. ഹീറോയിൻ ഡാൻസ് കളിക്കാൻ പറ്റില്ല ഹീറോയ്ക്ക്. ഹീറോയിൻ പറയായിരുന്നു. ഇപ്പോൾ ഹീറോയ്ക്ക് ഡേയ്സ് പോകാൻ തുടങ്ങി. ഹീറോയ്ക്ക് നല്ല ക്യൂട്ടായിട്ട് ട്വിൻസ് ബേബി ജനിച്ചു. അതെ, രണ്ട് കുട്ടികൾ ജനിച്ചു. ബോയ് ബേബി, ഗേൾ ബേബി. ഫസ്റ്റ് ബോയ് ബേബി, നെക്സ്റ്റ് ഗേൾ ബേബി. അത് പറഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു രണ്ട് ബേബീസ്. അങ്ങനെ ജങ്കുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ജങ്കുക്ക് പറയാൻ തുടങ്ങി ബേബി. അങ്ങനെ ജങ്കുക്ക് ബേബിനെ കെയറിങ് ആയിട്ട് നോക്കാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. ജങ്കുക്ക് ഇങ്ങനെ കെയറിങ് ആണോ ബേബീസ് നോക്കാൻ. അതുമാത്രമല്ല ജങ്കുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ ബേബി, അതെ ഫസ്റ്റ് ബേബി ഹീറോയിൻ ഫസ്റ്റ് ബേബി സ്വന്തം ബേബിന് മതിയാണ്. ഫസ്റ്റ് ബേബി ഇങ്ങനെ രണ്ട് കുട്ടികളെ നന്നായിട്ട് കെയറിങ്. നീ ഒന്ന് ജോലിയൊന്നും ചെയ്യണ്ട, ഞാനിവരെ നോക്കിക്കോളാം എന്ന് രണ്ട് കുട്ടികളെ നന്നായിട്ട് നോക്കുമായിരുന്നു. ജങ്കുക്ക് വീട് കൈ വെച്ചിന്. എന്താ നടക്കുന്നത്? അങ്ങനെ ജങ്കുക്ക് ബനാന ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ച ബനാന ജ്യൂസ് ജങ്കുക്ക് വന്ന് നോക്കും. ഫ്രിഡ്ജിൽ ഒരു ബനാന ജ്യൂസ് ഇല്ല. ജങ്കുക്ക് ടെൻഷൻ, ബനാന ജ്യൂസ് എവിടെ ഉണ്ടാ കുക്കി? എന്താ ഡാഡാ? അതെ, വലിയ ബേബിനെ കുക്കി എന്നെ വിളിക്കും ജങ്കു. കുക്കി ഇവിടെ വെച്ച ബനാന ജ്യൂസ് ഉണ്ട്. ജങ്കുക്കിൻ്റെ ബേബി കുക്കി പറയാൻ തുടങ്ങി, ഡാഡാ ബനാന ജ്യൂസ്. ജങ്കുക്ക് കേട്ടായിരുന്നു. ജങ്കുക്ക് തിരിഞ്ഞു നോക്കും. ജങ്കുക്ക് ഷോക്ക്. ബേബിൻ്റെ കയ്യിൽ ബനാന ജ്യൂസ്. എന്താ രണ്ട് ബനാന ജ്യൂസ് പോയി. നിങ്ങൾ ടെൻഷൻ വേണ്ട, നിങ്ങൾക്ക് ബനാന ജ്യൂസ് ഞാൻ റെഡിയാക്കാം. അങ്ങനെ ഹീറോ കിച്ചണിൽ പോയി ബനാന ജ്യൂസ്, ബനാന കേക്ക്, മൊത്തം ഫുഡ് ഉണ്ടാക്കി. ഇന്ത്യ ട്രഡീഷണൽ ഫുഡ് ഹീറോയി ഉണ്ടാക്കി. ഇലയില വെച്ച് എല്ലാവർക്കും ഫുഡ് എല്ലാവർക്കും കൂടി 47 മെമ്പർ അവരുടെ വൈഫ് കൂടെ എല്ലാം വന്നിരുന്നു. റോസിക്ക് മാരേജായി. ഫിലിസ് അവിടെ ബിസിനസ് മെമ്പർ ഒരു ബിസിനസ് മാനിനെ മാരേജ് കഴിച്ചത്. ഒരു ഐഡലാണ്, ഒരു ആക്ടറാണ്. അതുകൊണ്ട് ഫേമസ് ആക്ടർ. അങ്ങനെ കൊണ്ട് അവൻ കൂടെ മാരേജ് കഴിച്ചു. ഹീറോയ്ക്ക് ഫ്രണ്ടിക്ക് ബേബി പറഞ്ഞ ഉണ്ട്. അത് ഹീറോയിൻ മാരേജ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് അവർക്ക് ബേബി. ഇപ്പോൾ കുട്ടിയാണ് ബേബി. ഹീറോയിൻ പറയാൻ തുടങ്ങി, എങ്ങനെയുണ്ടടി? ഉണ്ട് ഇപ്പോൾ എൻ്റെ ബേബിക്ക് ഇപ്പോൾ 1 വയസ്സായില്ലടി. എൻ്റെ ബേബിക്ക് എത്ര? ഇപ്പോൾ ഇത്ര 6 വയസ്സ് പറഞ്ഞു. രണ്ടുപേരും സ്മൈൽ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അവരുടെ സ്റ്റോറി അവർ എങ്ങനെ പഠിച്ചത് എല്ലാവരെയും പറയുന്നു. ഹീറോയിൻ പറയാൻ തുടങ്ങി, ശരി ഞാൻ പോവാണ്. അത് കേട്ട് ഷോക്കായി. എവിടേക്കാണ് പോവാം? ഞങ്ങളേറെ ഇന്ത്യക്ക് പോകാൻ BTS മെമ്പർ പറയാൻ തുടങ്ങിയായിരുന്നു. 6 പേർ പറഞ്ഞു ഇന്ത്യക്ക് പോവാം. ജങ്കുക്ക്, അത് ഞങ്ങൾ ഇന്ത്യക്ക് പോവാണ്. അതല്ല, എൻ്റെ ആൻറ്റീൻ്റെ മോക്ക് മാരേജാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇന്ത്യക്ക് പോവാം. അങ്ങനെ ജങ്കുക്ക് കേട്ടു. ഇപ്പോൾ പോയ പ്രശ്നമല്ലേ എന്ന് ജങ്കുക്ക് കേട്ടായിരുന്നു കൊണ്ട്. പ്രശ്നമൊന്നുമില്ല ജങ്കുക്ക് അവർ ഉള്ളത് തമിഴ്നാട്ടിലാണ് ഉള്ളത്. ജങ്കുക്ക് മനസ്സിലായിരുന്നു. ജങ്കുക്ക് പറഞ്ഞു ഞങ്ങളെല്ലാവരും വരാൻ പറഞ്ഞായിരുന്നു. ശരിയായിരുന്നു ഹീറോയിൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും തമിഴ്നാട്ടിൽ പോയി. അതെ, ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ ആൻറ്റീൻ്റെ മോക്ക് മാരേജ്. ഹീറോയിൻ വന്നായിരുന്നു, എല്ലാവരും വന്നായിരുന്നു. അങ്ങനെ ഒരു മാരേജ് നന്നായിട്ട് നടന്നായിരുന്നു. അപ്പം അറിഞ്ഞ പേര് അവൻ അവിടേക്ക് കല്യാണത്തിന് വന്നായിരുന്നു. ഹീറോയിനെക്കാൾ മുറിക്കായിരുന്നു. അതുകൊണ്ട് ഇവൾക്ക് മാരേജ് ഒന്നും ആയിട്ടിരിക്കല. അങ്ങനെ ആയിട്ട് അവനും തിരിച്ചു പോയി. അതുമാത്രമല്ല ഹീറോയ്ക്ക് മാരേജ് ആയത് അവന് മനസ്സിൽ വെച്ചില്ലായിരുന്നു. ഹീറോയിൻ മുടിനെ കുറച്ച് ശരിയാക്കി. അതെ, കുങ്കുമം. അതെ, അത് വന്നപ്പോൾ അവന് കല്യാണം കഴിച്ചത് നമ്പിക്കില്ലായിരുന്നു. അത് കല്യാണം കഴിച്ച് ഡിവോഴ്സ് ചെയ്തിട്ടിരിക്കും. അവനും മനസ്സിൽ അവന് ഫേമസ്. അതുകൊണ്ട് ഫേമസ് ഫേക്ക് മാരേജ് കഴിച്ചതെന്നും അവൻ മനസ്സിൽ വെച്ചതായിരുന്നു. കല്യാണം കഴിച്ച ഒരു റിസർച്ച് ഒന്നും ചെയ്തില്ലെന്നും അവനൊരു നമ്പിക്ക ഉണ്ടായിരുന്നു. അവർ ആക്ടിങ് ചെയ്യുന്ന ഒരാൾ കൊണ്ടുവന്ന് നോക്കുമ്പോൾ ഹീറോയിൻ്റെ കുറച്ച് താലി ഉണ്ട്. ഇതുകൊണ്ട് അവനക്ക് ടെൻഷനാവാൻ തുടങ്ങി. അതുമാത്രമല്ല ബാക്കി ബേബീസ് വന്നു. അതുകൊണ്ട് അവനക്ക് ഷോക്കായിരുന്നു. അപ്പോൾ റിയൽ ആണോ? അപ്പോൾ ഒരാളെ പിടിച്ച് അടിക്കാൻ തുടങ്ങി. അവനെ പിടിച്ചുകൊണ്ട് പോയിട്ട് നീലയുടെ പറഞ്ഞത് കല്യാണം കഴിഞ്ഞിട്ടാന്ന്. ബോസ്, കല്യാണം കഴിഞ്ഞിട്ട ബോസ്, അവിടെ നോക്ക് സാർ എന്ന് കാട്ടി. ഒരു ഗേളിനെ കാട്ടി. എന്താടാ ഞാൻ പറഞ്ഞത്? നിങ്ങൾ പറഞ്ഞ ഇവരെ കല്യാണം കഴിഞ്ഞിട്ടല്ല. മണ്ട, ഇവരെ കേട്ടെ സാർ, അവർക്ക് ഓളെ കല്യാണം കഴിഞ്ഞ് സാർ.
കാരണം അവനക്ക് ടെൻഷനായിരുന്നു എന്ത് ചെയ്യാൻ. അവനെ കുറച്ച് പ്ലാൻ ചെയ്ത് അങ്ങനെ ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്യാനും ഒരിക്കലും ഹീറോയിനെ ടേസ്റ്റ് ചെയ്യാൻ അവനൊരു പ്ലാൻ ചെയ്തു. അങ്ങനെ ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്യുന്നത് കാര്യം അത് ഈ റോസിക്ക് കേട്ടു. റോസി വേറെ പ്ലാൻ ചെയ്തു. അങ്ങനായിട്ട് ഒരു ഗേൾ ഉണ്ടായിരുന്നു. അവനക്ക് ഒരു അടിയാൾ വേണമെന്ന് ആ ഗേൾ കേട്ടായിരുന്നു. കുറേ നാളായി ഇവന് ചോദിക്കായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് റോസി വിളിച്ച് പറയുന്നത് പ്ലാൻ ചെയ്ത് ആ ഗുണ്ട ആൻറ്റീനെ വിളിച്ചിട്ട് പറയാതാണെങ്കിൽ ആൻറ്റി നിങ്ങളെ കുറേ നാളായി ഇവനെ ചോദിക്കുക, ഇവൻ്റെ ഡീറ്റെയിൽസ് മൊത്തം നിങ്ങളെ മോൾക്ക് ഇവൻ വേണം ചോദിച്ചത്. അതേമ്മ പറഞ്ഞു. അങ്ങനെ ഹീറോയി പറഞ്ഞു ഇവർ നല്ലതാണ്, നിങ്ങൾക്ക് ഇവൻ വേണം പറഞ്ഞു ചോദിച്ചത് കൊണ്ട് ആൻറ്റീന് മോക്ക് പറഞ്ഞ വയസ്സ് ഒരു ഇത് അങ്ങനെ പറഞ്ഞ അവർ ഓക്കെ പറഞ്ഞു ഇവൻ നല്ല ചെക്കൻ ഇങ്ങനെ ഡീറ്റെയിൽസ് ചോദിച്ചത്. അങ്ങനെ ജാതകം അവൻ്റെ ജാതകം ഓൾറെഡി ഹീറോയിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതാ ജാതകം ഇതെൻ്റെ മോക്ക് സെറ്റാണ്, ഇവനെ കല്യാണം ഹീറോയിൻ പ്ലാൻ ചെയ്ത് അവനെ പിടിച്ചു. അങ്ങനെ ആൻറ്റീൻ്റെ മോക്ക് അത് ഗുണ്ടത്തിയായിരുന്നു. ആ ഗുണ്ടത്തിൻ്റെ മോക്ക് സെറ്റായി. അങ്ങനെ വെളിനാട്ടിലത്തെ ഏത് ചെക്കന് വേണ്ട പറഞ്ഞു. അങ്ങനെ അവർക്ക് രണ്ടുപേരും കല്യാണം കഴിപ്പിച്ച് പറഞ്ഞ് ഒരു റൗഡിയാണ്. അതിനായിട്ട് അവനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവനക്ക് ടെൻഷനായി. നല്ല ചബ്ബിയായിട്ടുണ്ട് ആ ഗേള്. അവൾ റൗഡി മാറി. അവളെ പിടിച്ച് അവനെ ഫുള്ള് ഡെയിലി അവനെ ടോർച്ചർ ചെയ്യും. അവനക്ക് വേറെ വഴിയില്ല. അങ്ങനെ ഹീറോയ്ക്ക് ശരി ഇങ്ങനെ മാരേജ് നടന്നു. ഹീറോയി ഫ്രണ്ട് മാരേജ് അതന്നെ അങ്കിൾ ആൻറ്റിയും മോക്കും മാരേജ് ആയി. എന്ന് ഹീറോയി കുറേയൊക്കെ വീണ്ടും പോയി. നിറയെ സാധനം എല്ലാം ഷോപ്പിംഗ് ചെയ്ത് ഹീറോയി പോയി. അങ്ങനെ ഏവർ പറയുന്നതാണ് വാവ് പ്ലേസ് വന്നിട്ടുണ്ടല്ലോ. ജങ്കുക്കിട്ടോട് പറയുന്നു. ജങ്കുക്ക് പറയും ഓൾറെഡി എനിക്ക് ബാക്കി 6 മെമ്പർ പറയുന്നു. ശരിയടാ വാ പോവാ എന്ന് പറഞ്ഞു. അങ്ങനെ ജങ്കുക്കിനോട് ചോദിച്ചു നീ എപ്പോഴാ വന്നത്. അത് ജങ്കുക്ക് ഫ്ലാഷ് ബാക്ക് പറഞ്ഞു. അതുകൊണ്ട് ഷോക്കായിരുന്നു. ഓ നീ ഇവിടേക്ക് വന്നതാ. അതെ ഇവിടെ വെച്ചിട്ടാണ് ഇന്ത്യയിൽ ഇവിടെ അല്ല വേറൊരു പ്ലേസിലാണ് മാരേജ് കഴിച്ചത്. അങ്ങനെ ജങ്കുക്ക് പറഞ്ഞു ആ പ്ലേസ് നന്നായിട്ടുണ്ടോ എന്ന് ജങ്കുക്ക് പറഞ്ഞിരുന്നു. ആ പ്ലേസിലേക്ക് പോയിട്ട് വരായിരുന്നടാ എന്ന് പറഞ്ഞു. ജങ്കുക്ക് പറഞ്ഞു ഇനി ഒരിക്കൽ പോവാ. അങ്ങനായിട്ട് അതിനൊക്കെ പോവാം. പിന്നെ അവർക്കും കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അവർ ഹീറോയിൻ മാരേജ് കഴിച്ച് ഇന്ത്യയിലാണ് കേരളത്തിലാണ് മാരേജ് കഴിച്ചത്. പ്ലേസ് വാവ് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും എൻജോയ് ചെയ്ത് ഹാപ്പി എൻഡിങ്.